നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകുന്നതിനുള്ള ബില്ല് സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി താവർ ചന്ദ്ര ഗെഹ്ലോട്ടാണ് ബില്ല് അവതരിപ്പിച്ചത്. ബില്ല് 2 മണിക്ക് ചർച്ചയ്ക്കെടുക്കും. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വിശദാംശങ്ങൾ എന്താണ്? സാമ്പത്തിക സംവരണ ബിൽ സഭയിൽ ടേബിൾ ചെയ്തിരിക്കുന്നു. സഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. മന്ത്രി താവർചന്ദ് ഗെഹ്ലോട്ടാണ് സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. 2 മണിക്കാണ് ഈ വിഷയത്തിൽ ചർച്ച നടക്കുക. ലോക്സഭയിൽ ഇന്ന് തന്നെ ബിൽ പാസാക്കിയെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഭരണപക്ഷമുള്ളത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള BJPയുടെ രാഷ്ട്രീയ നീക്കമാണ് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ടെങ്കിലും സാമ്പത്തിക സംവരണ ബില്ലിനെ പിന്തുണയ്ക്കുന്ന സമീപനമായിരിക്കും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഭരണമുന്നണി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് BSP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിഭിന്നമായ നിലപാടുകൾ സ്വീകരിച്ചേക്കുമോ എന്ന ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ BSPയും ഇപ്പോൾ ബില്ലിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണുള്ളത്. നേരത്തെ CPIMന്റെ സംസ്ഥാന നേതാക്കൾ ബില്ലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് സീതാറാം യെച്ചൂരി സ്വീകരിച്ചത്. 2013 സമാനമായൊരു നീക്കം AB വാജ്പേയി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ നടത്തിയിരുന്നു. അതേ തന്ത്രം തന്നെയാണ് BJP ഇപ്പോൾ നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സൂത്രവിദ്യയാണ് BJPയുടേത് എന്ന തരത്തിലുള്ള ആരോപണമാണ് സീതാറാം യെച്ചൂരി ഉന്നയിച്ചത്. എന്നാൽ സാമ്പത്തിക സംവരണത്തെ അദ്ദേഹം എതിർക്കുന്നതായി പറയുകയും ചെയ്യുന്നില്ല. ദേശവ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എന്ന നിലയിലാണ് സീതാറാം യെച്ചൂരി ഈ വിഷയത്തോട് പ്രതികരിച്ചത്. മാത്രമല്ല 2 മണിക്ക് സീതാറാം യെച്ചൂരി മാധ്യമപ്രവർത്തകരെ കാണുകയും ചെയ്യും. അപ്പോഴായിരിക്കും വളരെ കൃത്യമായ നിലപാട് പുറത്തുവരിക. കോൺഗ്രസിലും ഇതുമായി ബന്ധപ്പെട്ട സമ്മിശ്ര പ്രതികരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഉണ്ടായത്. മനു അഭിഷേക് സിംഗ്വി ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം എന്നാണ് പറഞ്ഞതെങ്കിലും ലോക്സഭയിൽ ബില്ലിനെ എതിർക്കുമോ എന്നതിൽ നിന്ന് എതിർക്കുമെന്ന തരത്തിലുള്ള ഒരു സമീപനവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ആ നിലയിൽ നിരീക്ഷിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ലോക്സഭയിൽ വോട്ടെടുപ്പ് നടത്തുകയാണ് എങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന സമീപനത്തിലേക്കായിരിക്കും പോവുക. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉള്ളത്. എന്നാൽ രാജ്യസഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുമോ എന്നത് സംബന്ധിച്ചും ഇപ്പോൾ ആശങ്കയുണ്ട്. എന്തായാലും ഈ സമ്മേളന കാലയളവിൽ തന്നെ സാമ്പത്തിക സംവരണ ബിൽ പാസാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാജ്യസഭ ഒരു ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ബില്ലിന്മേലുള്ള ചർച്ചകൾ ആരംഭിക്കും. നന്ദി അഭിലാഷ്. വിവരങ്ങൾക്ക് 2 മണിക്കാണ് ബില്ലിന്മേലുള്ള ചർച്ച ആരംഭിക്കുക. സാമ്പത്തിക സംവരണ ബില്ല് ലോക്സഭയ്ക്ക് മുമ്പാകെ വെച്ചിരിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്താണെന്ന് സംബന്ധിച്ച് കൂടെ അറിയേണ്ടതുണ്ട്. അത് വരും മണിക്കൂറുകളിലെ ഈ 2 മണിക്ക് തൊട്ട് തുടങ്ങുന്ന ചർച്ചകളിൽ വ്യക്തമായി അറിയാം. സാമ്പത്തിക സംവരണ വിഷയത്തിൽ എതിർക്കുന്ന നിലപാടാണ് CPIM കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. രാജ്യ താൽപര്യം മുൻനിർത്തി വിഷയത്തിൽ ചർച്ച വേണമെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള BJPയുടെ സൂത്രവിദ്യയാണ് സാമ്പത്തിക സംവരണം. 2003 വാജ്പേയി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഇതേ തന്ത്രം BJP പ്രയോഗിച്ചിരുന്നു. അന്ന് CPM സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും പാർട്ടിക്കുള്ളതെന്ന് 2003 പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിന്റെ പകർപ്പ് സഹിതം യെച്ചൂരി വ്യക്തമാക്കി. രാജ്യവ്യാപകമായി ചർച്ച ചെയ്ത ശേഷമേ സാമ്പത്തിക സംവരണത്തിൽ തീരുമാനമെടുക്കാവൂ എന്ന് VS അച്യുതാനന്ദനും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സ്വാഗതം ചെയ്തിരുന്നു. സാമ്പത്തിക സംവരണത്തിനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത CPM നിലപാടിനെതിരെ INL സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധമാണ് എന്നും കേന്ദ്ര സർക്കാർ തീരുമാനം പിന്നാക്ക വിഭാഗങ്ങളെ ആശങ്കയിലാക്കുന്നതാണ് എന്നും INL സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ് ന്യൂസ് 18നോട് പറഞ്ഞു. ജാതി സംവരണത്തെ പിന്തുണക്കുന്നതാണ് CPMന്റെ ചരിത്രമെന്നും അബ്ദുൽ വഹാബ് ഓർമ്മിപ്പിച്ചു. മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന നിലപാടുമായി INL സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ് രംഗത്തെത്തി. ആ അവകാശത്തെ ഹനിച്ചുകൊണ്ടോ സർക്കാരിൻ്റെ സാമ്പത്തിക നിർമ്മാർജ്ജന പദ്ധതികളാണെങ്കിലും മറ്റെന്ത് പദ്ധതികളാണെങ്കിലും നടപ്പാക്കുന്നത് അർത്ഥമില്ല. അത് സംവരണത്തെ നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ ഒരു സംഗതി കൂടിയാണ്. ജാതി സംവരണം ഏർപ്പെടുത്തിയത് ആ വിഭാഗത്തിന്റെ അർഹമായ പ്രാതിനിധ്യത്തിനു വേണ്ടിയാണ്. സാമ്പത്തിക സംവരണം പിന്നോക്ക വിഭാഗങ്ങളെ ആശങ്കയിലാക്കും. ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾക്ക് ആ വിഹിതത്തിൽ നിന്ന് അത് മറ്റേതെങ്കിലും വഴികളിലേക്ക് അത് മാറ്റി വെക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണത്. CPMലെ മുൻകാല നേതാക്കൾ ജാതി സംവരണത്തിനൊപ്പം നിന്നവരായിരുന്നുവെന്നും AP അബ്ദുൽ വഹാബ് ഓർമ്മിപ്പിച്ചു. ഇടതുപക്ഷ ഗവൺമെന്റുകളാണ് വാസ്തവത്തിൽ സംവരണം ഉറപ്പുവരുത്താൻ ഓരോ ഗവൺമെന്റ് സർവീസുകളിലും ഗവൺമെന്റ് നിയമനങ്ങളിലും സംവരണം ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളാണ് കേരളത്തിൽ നടപ്പാക്കിയത്. CPM നിലപാടിനെതിരെ LDF ഘടകകക്ഷി രംഗത്തെത്തിയത് മുന്നണിയിൽ ചർച്ചയാകും. അതേസമയം
സാമ്പത്തിക സംവരണത്തെ സ്വാഗതം ചെയ്ത CPM നിലപാട് രാഷ്ട്രീയ ആയുധമാക്കാനാണ് മുസ്ലിം ലീഗ് തീരുമാനം. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. അലോക് വർമ്മ വീണ്ടും CBI തലപ്പത്ത്. അലോക് വർമ്മയെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി സുപ്രീംകോടതി റദ്ദാക്കി. വർമ്മയ്ക്കെതിരായ പരാതികൾ ഒരാഴ്ചക്കകം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സെലക്ഷൻ സമിതി പരിശോധിക്കണം. സെലക്ഷൻ സമിതി തീരുമാനം വരുന്നതുവരെ അലോക് വർമ്മ നയപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ പാടില്ല എന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. CBI ഡയറക്ടർ അലോക് വർമ്മയെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച് നാഗേശ്വർ റാവുവിന് താൽക്കാലിക ചുമതല നൽകിയ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ഉത്തരവാണ് സുപ്രീംകോടതി റദ്ദാക്കിയത്. CBI ഡയറക്ടർക്കെതിരായ പരാതികളിൽ പ്രധാനമന്ത്രി, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവരുൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത്. വിനീത് നാരായൺ കേസിലെ വിധിയിലും ഡൽഹി സ്പെഷ്യൽ പോലീസ് നിയമത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതായി കോടതി ചൂണ്ടിക്കാട്ടി. ഒരാഴ്ചയ്ക്കുള്ളിൽ യോഗം ചേർന്ന് വർമ്മയ്ക്കെതിരായ ആക്ഷേപങ്ങൾ സെലക്ഷൻ കമ്മിറ്റി പരിശോധിക്കണം. സമിതി തീരുമാനം വരുന്നതുവരെ അലോക് വർമ്മ നയപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കരുത്. It's a case of partial victory for Shri Alok Verma in the sense that he has been restored, the order removing him has been quashed, the order appointing Nageshwar Rao as the acting director has also been quashed, but unfortunately and strangely he has been restrained, from taking major policy decisions. അലോക് വർമ്മയ്ക്കെതിരായ നടപടി താൽക്കാലികമാണെന്ന കേന്ദ്ര സർക്കാർ വാദം കോടതി അംഗീകരിച്ചില്ല. സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശയില്ലാതെ CBI ഡയറക്ടർക്കെതിരെ താൽക്കാലിക നടപടി പോലും സാധ്യമല്ലെന്ന് കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അവധിയിലായതിനാൽ ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌളാണ് ചീഫ് ജസ്റ്റിസ് എഴുതിയ വിധി വായിച്ചത്. ജനുവരി 31 വിരമിക്കുന്നതിന് മുമ്പ് പൂർണ്ണ അധികാരങ്ങളോടെ ഒരു ദിവസമെങ്കിലും അലോക് വർമ്മയ്ക്ക് CBI ഡയറക്ടർ സ്ഥാനത്തിരിക്കാനാകുമോ? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നിയമന സമിതിയുടെ തീരുമാനമാണ് ഇനി നിർണായകമാവുക. ഡൽഹിയിൽ നിന്നും M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. റഫാൽ ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഫയൽ പരിഗണനയിലിരിക്കെയായിരുന്നു അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് സർക്കാർ മാറ്റിയത്. നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും അടുപ്പമുള്ള ജോയിന്റ് ഡയറക്ടർ രാകേഷ് അസ്താനയെ സംരക്ഷിക്കാൻ സർക്കാർ നടത്തിയ ഇടപെടലുകൾക്ക് കൂടിയാണ് ഇപ്പോൾ തിരിച്ചടിയേൽക്കുന്നത്. CBI ഡയറക്ടർ അലോക് വർമ്മയും ജോയിന്റ് ഡയറക്ടർ രാകേഷ് അസ്താനയും തമ്മിലുള്ള തമ്മിൽ തല്ല് കാരണം CBIയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ ഇടപെട്ടെന്ന സർക്കാർ വാദമാണ് സുപ്രീംകോടതിയിൽ പൊളിഞ്ഞത്. സർക്കാർ ഇടപെടൽ കൃത്യമായി നിശ്ചയിച്ചത് പ്രകാരമെന്ന് ആഴ്ചകൾ നീണ്ട അണിയറ നാടകങ്ങളിലൂടെ തന്നെ വ്യക്തമായിരുന്നു. റഫാൽ ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടെത്തിയ പ്രശാന്ത് ഭൂഷൺ, അരുൺ ഷൂരി, യശ്വന്ത് സിൻഹ എന്നിവരെ കാണാൻ അലോക് വർമ്മ തയ്യാറായത് സർക്കാരിനെ പിണക്കിയിരുന്നു. ഇതടക്കമുള്ള നിർണായക ഫയലുകൾ വർമ്മയുടെ മേശപ്പുറത്തിരിക്കുമ്പോഴാണ് പാതിരാത്രിയിൽ പ്രധാനമന്ത്രി വർമ്മയെ മാറ്റി നിർത്തി നാഗേശ്വർ റാവു എന്ന ജൂനിയർ ഉദ്യോഗസ്ഥന് ഡയറക്ടർ ചുമതല നൽകിയത്. തർക്കത്തിന്റെ കേന്ദ്രബിന്ദു ഗുജറാത്ത് കേഡർ ഉദ്യോഗസ്ഥനും BJP നേതൃത്വത്തിന്റെ വിശ്വസ്തനുമായ രാകേഷ് അസ്താനയുടെ CBIയിലേക്കുള്ള വരവാണ്. ഗോദ്ര കലാപ കേസ്, ലാലുവിനെതിരായ കാലിത്തീറ്റ കുംഭകോണ കേസ് എന്നിവ അന്വേഷിച്ച അസ്താനയെ തടയാൻ അലോക് വർമ്മ തുടക്കം മുതൽ തന്നെ കരുനീക്കിയതാണ്. അതിനിടെ അലോക് വർമ്മയ്ക്കെതിരെ 10 ആരോപണങ്ങളടങ്ങിയ കത്ത് അസ്താന ഓഗസ്റ്റിൽ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് നൽകി. തർക്കവും പോരും മുറുകിയതോടെ കൈക്കൂലിക്കേസിൽ അസ്താനയെ പ്രതിയേർത്ത് CBI തന്നെ കേസെടുക്കുകയും ചെയ്തു. ഹവാല ഇടപാടിൽ പിടിയിലായ മാംസവ്യാപാരി മൊയിൻ ഖുറേഷിക്കെതിരായ കേസിൽ പേര് പരാമർശിക്കാതിരിക്കാൻ സതീഷ് സന എന്ന ഹൈദരാബാദ് വ്യവസായിയിൽ നിന്ന് 5 കോടി രൂപ ആവശ്യപ്പെട്ടെന്നാണ് അസ്താനയ്ക്കെതിരായ ആരോപണം. കേസിൽ CBI ആസ്ഥാനത്ത് CBIക്ക് തന്നെ റെയ്ഡ് നടത്തേണ്ടിയും വന്നു. അസ്താനയുടെ വലങ്കയ്യായി അറിയപ്പെടുന്ന ഡെപ്യൂട്ടി SP ദേവേന്ദ്രകുമാറിനെ അറസ്റ്റ് ചെയ്തു. തമ്മിലടി മുറുകുന്നതിനിടെയാണ് അസ്താന നൽകിയ പരാതി ആയുധമാക്കി കേന്ദ്ര സർക്കാർ വർമ്മയെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി മാറ്റി നിർത്തിയത്. ന്യൂസ് 18, ഡൽഹി. നട്ടപ്പാതിരേക്ക് നടത്തിയ പുറത്താക്കൽ നടപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ആകെ നാണക്കേടായ തിരിച്ചടിയായിരിക്കുന്നത്. റഫാൽ അന്വേഷണം അട്ടിമറിക്കാനായിരുന്നു അലോക് വർമ്മയെ പുറത്താക്കിയത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രധാനമന്ത്രിക്ക് നേരെ തന്നെയാണ് ഈ ആരോപണം വിരൽ ചൂണ്ടുന്നത്. CBIയിലെ അധികാര തർക്കത്തിനപ്പുറം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടലായിട്ടാണ് അലോക് വർമ്മയെ പുറത്താക്കിയ നടപടി വിലയിരുത്തപ്പെട്ടിരുന്നത്. റഫാൽ അഴിമതി അന്വേഷണം മുടക്കാനാണ് നടപടിയെന്ന ആരോപണം ഉയർന്നത് ഈ പശ്ചാത്തലത്തിലായിരുന്നു. സുപ്രീംകോടതി വിധി സർക്കാരിന് കനത്ത തിരിച്ചടിയാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് വർഷം പ്രതിപക്ഷത്തിന് പ്രധാനമന്ത്രിയെ തന്നെ കടന്നാക്രമിക്കാനുള്ള വജ്രായുധമാണ് വീണുകിട്ടിയിരിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാർ അതിരുവിട്ട് നിയന്ത്രിക്കാനും കടന്നാക്രമിക്കാനും ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് വിധി കരുത്തു പകരും. CBI തലപ്പത്ത് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള അലോക് വർമ്മയ്ക്ക്
നയപരമായ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തുടരന്വേഷണങ്ങൾക്കോ പുതിയ അന്വേഷണങ്ങൾക്കോ ഉത്തരവിടാനാകില്ല എന്നത് സർക്കാരിന് ആശ്വാസമാകും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. BMS ഒഴികെയുള്ള തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ കേരളത്തിൽ ജനജീവിതം സ്തംഭിച്ചു. KSRTC സർവീസ് നടത്തിയില്ല. സമരക്കാരുടെ പിക്കറ്റിംഗിൽ ട്രെയിൻ ഗതാഗതവും താറുമാറായി. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും നിശ്ചലമായി. അർദ്ധരാത്രിയോടെ ആരംഭിച്ച പണിമുടക്കിന്റെ ഭാഗമായി പുലർച്ചെ 5-ന് വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് സമരക്കാർ തടഞ്ഞു. ജനശതാബ്ദി, രപ്തിസാഗർ, തിരുവനന്തപുരം നാഗർകോവിൽ പാസഞ്ചർ തുടങ്ങിയവയും തടഞ്ഞതോടെ ട്രെയിൻ ഗതാഗതം താറുമാറായി. വേണാട് 1.5 മണിക്കൂറും മറ്റ് ട്രെയിനുകൾ അരമണിക്കൂർ വീതവും വൈകി. സർവീസ് മുടക്കരുതെന്ന് MD ആവശ്യപ്പെട്ടെങ്കിലും KSRTCയിൽ ജീവനക്കാർ ആരും എത്തിയില്ല. പമ്പയിലേക്ക് മാത്രമാണ് സർവീസ് നടത്തിയത്. ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കി. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ചുരുക്കം ചില ഓട്ടോകൾ സർവീസ് നടത്തി. തലസ്ഥാന ജില്ലയിൽ സമരാനുകൂലികൾ പല സ്ഥലത്തും വാഹനങ്ങൾ തടഞ്ഞു. സർവീസ് സംഘടനകളും അധ്യാപക സംഘടനകളും പണിമുടക്കിയതോടെ സർക്കാർ ഓഫീസുകളും പൊതുവിദ്യാലയങ്ങളും നിശ്ചലമായി. സെക്രട്ടേറിയറ്റിൽ 10% താഴെ ജീവനക്കാർ മാത്രമാണ് എത്തിയത്. പണിമുടക്കിയവരുടെ പ്രതിഷേധ മാർച്ച് തിരുവനന്തപുരത്ത് നടന്നു. പണിമുടക്കിനെ തുടർന്ന് മന്ത്രിമാരാരും ഇന്ന് സെക്രട്ടേറിയറ്റിലെത്തിയില്ല. 48 മണിക്കൂർ പണിമുടക്കിന്റെ ആദ്യ ദിനം സംസ്ഥാനത്ത് സമരം പൂർണ്ണമായിരുന്നു. പണിമുടക്കെങ്കിലും പ്രതീതി ഹർത്താലിന്റേതായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. പണിമുടക്കിന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BB വിനോദ്, കൊച്ചിയിൽ നിന്ന് SS ശരൺ, കോഴിക്കോട് നിന്ന് ബിനേഷ് കുമാർ എന്നിവർ ചേരുന്നു. ആദ്യം വിനോദിലേക്ക്. വിനോദ്, പണിമുടക്ക് പൂർണ്ണമായിരുന്നു. സംസ്ഥാനത്ത് എല്ലായിടത്തും എന്ന പോലെ തിരുവനന്തപുരത്തും തെക്കൻ ജില്ലകളിലും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ എവിടെ നിന്നെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സനീഷ്, ദ്വിദിന പണിമുടക്കിന്റെ ആദ്യ ദിനം പകുതി പിന്നിടുമ്പോൾ സമരം പൂർണ്ണമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ അക്രമ സംഭവങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെ ഉണ്ടായ ഒരു സംഭവം പമ്പാനൂരിൽ ഓട്ടോ തടഞ്ഞ് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ്. അവിടെ യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തു. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നതിന് തടസ്സമില്ല. ഇരുചക്ര വാഹനങ്ങളും നിരത്തിലുണ്ട്. KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സുകളും സർവീസ് ഒഴിവാക്കി. ഓട്ടോ ടാക്സി സർവീസുകളുമില്ല. ഓഫീസുകളിൽ ഹാജർ നില നന്നേ കുറവാണ്. സെക്രട്ടേറിയറ്റിൽ 10% താഴെയാണ് ഹാജർ നില. നേരത്തെ തന്നെ സമരാനുകൂലികൾ വ്യക്തമാക്കിയിരുന്നതാണ് കടകൾ തുറന്നാൽ അടയ്ക്കില്ല എന്ന തരത്തിൽ. എന്നാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും കടകൾ തുറക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ കാര്യമായി നഗരത്തിൽ തുറന്നിട്ടില്ല. ചുരുക്കം ചില ഹോട്ടലുകളാണ് തുറന്നത്. അത് സമരാനുകൂലികൾ അടപ്പിച്ചതുമില്ല. ഏതായാലും കാര്യങ്ങൾ അത്തരത്തിൽ തുറന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുഗമമായി തന്നെ നടക്കുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. സനീഷ്, നന്ദി വിനോദ്. വിവരങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് SS ശരൺ കൂടെ ചേരുന്നു. ശരൺ, എങ്ങനെയാണ് മധ്യകേരളത്തെ പണിമുടക്ക് ബാധിച്ചത്? കൊച്ചിയിലെ നഗരപ്രദേശങ്ങളിലടക്കം സമരത്തോട് അനുകൂലമായ നിലപാടിലേക്കാണോ എത്തിയത്? സനീഷ്, ദേശീയ പണിമുടക്ക് എറണാകുളം ജില്ലയിലും ഹർത്താലിന്റെ പ്രതീതിയാണ് ജനിപ്പിച്ചത്. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. സ്വകാര്യ ബസ്സുകളോ KSRTCയോ സർവീസ് നടത്താത്തത് വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇന്ന് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ട്രെയിൻ തടയുന്നതിലോട്ട് കാര്യങ്ങൾ പോയിരുന്നു. ചെന്നൈ മെയിലാണ് തടഞ്ഞത്. അത് പിന്നെ റെയിൽ ഗതാഗതം തന്നെ താറുമാറാക്കുന്നതിലോട്ട് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ കാക്കനാട് പ്രത്യേക സാമ്പത്തിക മേഖലയിൽ അടക്കം ജീവനക്കാർ, ജോലിക്കെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ തടയുന്നതിലോട്ട് കാര്യങ്ങൾ പോയിരുന്നു. നേരിയ സംഘർഷവും ഇത് ഉണ്ടാക്കുകയും ചെയ്തു. വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസമാണ് ഇതിനെ തുടർന്ന് അവിടെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. മറ്റൊരു പ്രദേശമായ, അതായത് കൊച്ചി തുറമുഖത്ത് ജോലിക്കെത്തിയ ജീവനക്കാർക്ക് സമാനമായ ഒരു അനുഭവമാണ് സമരാനുകൂലികളിൽ നിന്ന് ഉണ്ടായത്. സമരാനുകൂലികൾ തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പോലീസ് തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇവരെ ജോലി സ്ഥലത്തേക്ക് കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ എറണാകുളം ജില്ലയിൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് തന്നെയാണ് ദേശീയ വിവരങ്ങൾക്ക് നന്ദി. ഇപ്പോൾ S ബിനേഷ് കുമാർ കോഴിക്കോട് നിന്ന്. ബിനേഷ്, കോഴിക്കോട്ട് മിഠായി തെരുവിൽ ആയിരുന്നു കഴിഞ്ഞ ദിവസം കട തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായിരുന്നത്. അവിടെ അടക്കം ഇന്ന് കട തുറന്ന് പ്രവർത്തിച്ചോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ?
സനീഷ്, മിഠായി തെരുവിൽ ഏകദേശം ഒരു 40% കടകൾ തുറന്നു പ്രവർത്തിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് നഗരത്തിലെ മിക്ക ഭാഗങ്ങളിലും കടകൾ തുറന്നു പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം ഓട്ടോ ടാക്സി സർവീസുകൾ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് ഓട്ടോ ടാക്സി സർവീസുകൾ ഉണ്ടായത്. ആശുപത്രികളിലേക്കും മറ്റും പോകുന്ന ആളുകൾ ഇത് വലിയ രീതിയിൽ യാത്രാ പ്രശ്നമുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 8 മണിക്കും അതുപോലെ 8 മണിക്ക് ശേഷവും 2 ട്രെയിനുകൾ തടഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ട്രെയിനുകൾ യഥാസമയം തലസ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണേണ്ടി വന്നു. ഒപ്പം തന്നെ വടക്കൻ ജില്ലകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ പ്ലാന്റേഷൻ മേഖലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. അതുപോലെ തന്നെ കണ്ണൂർ ബീഡി തൊഴിലാളികൾ ഉൾപ്പെടെ പണിമുടക്കിന് പൂർണ്ണമായി സഹകരിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ മലപ്പുറം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തും എല്ലാ വിഭാഗം തൊഴിലാളികളും സമരത്തിൽ പങ്കെടുത്തു. അതേസമയം ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിരുന്നു 96 സംഘടനകൾ തങ്ങളുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ പണിമുടക്കിൽ തങ്ങൾ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സംഘടനകളൊന്നും തന്നെ കാര്യമായ ഇതിലുള്ള തൊഴിലാളികളൊന്നും തന്നെ ജോലിക്കെത്താതിനാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹർത്താലിന്റെ പ്രതീതിയായി പൂർണ്ണമായ വിജയമെന്ന് സമരാനുകൂലികൾ അവകാശപ്പെടുന്ന നിലയിലേക്ക് കേരളത്തിലെത്തിയിട്ടുണ്ട്. കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിഫലനമുണ്ടാക്കി പൊതുപണിമുടക്ക്. ഡൽഹി അടക്കം വൻ നഗരങ്ങളിലെ വ്യാവസായിക മേഖലകളിൽ തൊഴിലാളികൾ പണിമുടക്കി. മിക്ക സംസ്ഥാനങ്ങളിലും തീവണ്ടി, റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. കേരളത്തിൽ പൂർണ്ണമായിരുന്നെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ ഭാഗികമായിരുന്നു പൊതുപണിമുടക്ക്. ഡൽഹിയിലെ പട്പഡ്ഗഞ്ച്, ദേശീയ തലസ്ഥാന മേഖലയോട് ചേർന്ന് കിടക്കുന്ന നോയിഡ, ഗുഡ്ഗാവ്, ഫരീദാബാദ് എന്നിവിടങ്ങളിൽ തൊഴിലാളികൾ പണിമുടക്കി. കൊൽക്കത്തയിൽ പലയിടത്തും ട്രെയിൻ, റോഡ് ഗതാഗതം പണിമുടക്കാനുകൂലികൾ തടഞ്ഞു. അസൻസോളിൽ CPM തൃണമൂൽ പ്രവർത്തകർ ഏറ്റുമുട്ടി. ശ്രീറാംപൂരിൽ സമരക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. അതേസമയം പലയിടത്തും സ്കൂളുകളും സർക്കാർ ഓഫീസുകളും തുറന്നു പ്രവർത്തിച്ചു. ഒഡീഷയിൽ തൊഴിലാളികൾ ദേശീയപാത സ്തംഭിപ്പിച്ചു. അസമിലും ബീഹാറിലും തൊഴിലാളികൾ പ്രകടനം നടത്തി. മുംബൈയിൽ ബസ് ജീവനക്കാർ പണിമുടക്കിൽ അണിചേർന്നത് ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. ബംഗളൂരുവിൽ പണിമുടക്ക് ഭാഗികമായിരുന്നു. ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇടത്-എംപിമാർ പാർലമെന്റിൽ ധർണ നടത്തി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വിവിധ തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് സംസ്ഥാനത്തെ IT മേഖലയെ പക്ഷേ ബാധിച്ചില്ല. എറണാകുളത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ ജോലിക്കെത്തിയവരെ സമരക്കാർ തടഞ്ഞത് നേരിയ സംഘർഷത്തിന് ഇടയാക്കുകയും ചെയ്തു. രാവിലെയോടുകൂടി എറണാകുളം പ്രത്യേക സാമ്പത്തിക മേഖലയിൽ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ തുടങ്ങിയിരുന്നു. രാവിലെ എത്തിയവർ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും പിന്നീടെത്തിയ തൊഴിലാളികളെ സമരാനുകൂലികൾ തടഞ്ഞു. പോലീസ് ഇടപെട്ടതോടുകൂടി ചിലർ മടങ്ങിയെങ്കിലും ജോലിയിൽ കയറാമെന്ന പ്രതീക്ഷയിൽ മറ്റു ചിലർ കാത്തിരുന്നു. സമരാനുകൂലികൾ ഇടപെട്ട് ജോലിക്കെത്തിയവരെ പറഞ്ഞയച്ചു. കുറെ പേരുണ്ടായി ഇവിടെ രാവിലെ കയറാനായിട്ട്. അപ്പൊ ഞങ്ങളെ തിരിച്ചുപോയി. ഞങ്ങളെ കാര്യം പറഞ്ഞപ്പോ അവര് തിരിച്ചുപോയി. ഇവിടെ നിറച്ചും ജനങ്ങളായിരുന്നു. ഇൻഫോ പാർക്കിന്റെ പ്രവർത്തനങ്ങളെ പണിമുടക്ക് ബാധിച്ചില്ല. സ്വകാര്യ വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് ജോലിക്കെത്താൻ കഴിഞ്ഞുവെന്ന ജീവനക്കാർ. നമ്മളെല്ലാവരും ഓഫീസിൽ വരുന്നുണ്ടെന്ന്, പിന്നെ ഒത്തിരി പ്രൈവറ്റ് വെഹിക്കിൾസ് ഒക്കെ ഓടുന്നുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇവിടെ എവിടെയും പ്രശ്നമൊന്നും ഉണ്ടായില്ല, കാരണം എല്ലായിടേക്കും വണ്ടികൾ എല്ലാം പോകുന്നുണ്ട്. സംസ്ഥാനത്തെ മറ്റു നഗരങ്ങളിലെ IT മേഖലകളെയും പണിമുടക്ക് ബാധിച്ചിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. പണിമുടക്കിൽ നിന്ന് ഒഴിവായി സംസ്ഥാനത്തെ ടൂറിസം മേഖല. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഒന്നും പൊതുപണിമുടക്ക് കാര്യമായി ബാധിച്ചില്ല. കോവളത്ത് എല്ലാം പതിവ് പോലെ വിനോദസഞ്ചാരികളെ ഒരു തരത്തിലും പണിമുടക്ക് ബാധിച്ചില്ല. റെസ്റ്റോറന്റുകളും വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചു. ഓട്ടോറിക്ഷയും ടാക്സിയും വിനോദസഞ്ചാര മേഖലയിൽ സർവീസ് നടത്തി. ടൂറിസ്റ്റ് മേഖലയിൽ വലുതായിട്ട് ബാധിച്ചിട്ടില്ല. പണിമുടക്ക് ബാധിച്ചിട്ടില്ല. ബാക്കി കടകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? എല്ലാം ഇവിടെ എല്ലാം. പണിമുടക്കിന് ആഹ്വാനമുണ്ടായിരുന്നെങ്കിലും KTDC, DTPC എന്നിവയ്ക്ക് കീഴിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും പ്രവർത്തിച്ചു. വേളി ബോട്ട് ക്ലബിന്റെ പ്രവർത്തനത്തെയും പണിമുടക്ക് ബാധിച്ചില്ല. KTDC ബിയർ പാർലറുകളും പ്രവർത്തിച്ചു. ഇവിടെ ഏതൊരു പ്രശ്നവുമില്ല. ഇതുവരെയും അടയ്ക്കാനൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആലപ്പുഴയിൽ ഹൗസ് ബോട്ടുകളടക്കം സർവീസ് നടത്തി. പണിമുടക്ക് ദിനത്തിലും മൂന്നാറിൽ തിരക്കൊഴിഞ്ഞില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ദേശീയ പണിമുടക്കിൽ ജോലിക്കെത്തിയവരെ തടയില്ലെന്ന് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കിയെങ്കിലും പല സ്ഥലങ്ങളിലും ഇത് ലംഘിക്കപ്പെട്ടു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കടകൾ പലയിടത്തും തുറന്നു പ്രവർത്തിച്ചു.
കഴിഞ്ഞ ഹർത്താലിൽ സംഘർഷമുണ്ടായ കോഴിക്കോട് മിഠായി തെരുവിൽ പണിമുടക്ക് ദിവസം പകുതിയിലധികം കടകൾ തുറന്നു. കടകൾ അടപ്പിക്കാൻ സമരക്കാരും എത്തിയില്ല. മലപ്പുറത്തെ മഞ്ചേരിയിൽ തുറന്ന കടകൾ പണിമുടക്ക് അനുകൂലികൾ നിർബന്ധിച്ച് അടപ്പിച്ചത് സംഘർഷത്തിന് വഴിയൊരുക്കി. തുറന്ന കടകൾ ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള നേരിട്ട് സന്ദർശിച്ചു. കടകളും പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കാൻ എല്ലാ സഹായവുമുണ്ട്, എല്ലാ സപ്പോർട്ടുമുണ്ട്, പോലീസുടെ സംവിധാനം എല്ലാം ഉണ്ട്. അവർ എന്തിനും പേടിക്കേണ്ട ആവശ്യമില്ല. ദേ ക്യാൻ വർക്ക് ഇൻഡിപെൻഡന്റ്ലി. കായംകുളത്തും കട തുറക്കാൻ എത്തിയ വ്യാപാരികളെ സമരാനുകൂലികൾ മർദ്ദിച്ചു. ഹർത്താലുകൾക്ക് വിപരീതമായി 30% കടകൾ തുറന്നു പ്രവർത്തിച്ചു. അതേസമയം ഈ പണിമുടക്കും യാത്രക്കാർക്ക് ദുരിതം മാത്രമാണ് സമ്മാനിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ഹിന്ദുവും കനകദുർഗയും ശബരിമല കയറിയതിന് പിന്നിൽ രഹസ്യ അജണ്ട ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ എന്ന് ഹൈക്കോടതി. യുവതികളുടെ മലകയറ്റത്തിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് യുവതികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. ആരുടെയെങ്കിലും നിർബന്ധപ്രകാരമാണോ യുവതികൾ എത്തിയത് എന്ന് കോടതി ആരാഞ്ഞു. യുവതീ പ്രവേശത്തെ തുടർന്നുണ്ടായ അക്രമങ്ങളിൽ മുൻ DGP സെൻകുമാർ അടക്കമുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ദേശീയ പണിമുടക്ക് സന്നിധാനത്തെത്തിയ തീർത്ഥാടകരുടെ എണ്ണത്തിലും കുറവ് വരുത്തി. പുലർച്ചെയുണ്ടായ തിരക്ക് ഉച്ചയോടെ കുറഞ്ഞു. ഉച്ചവരെ 47,000-ഓളം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. അതേസമയം ശബരിമലക്കുള്ള KSRTC അടക്കമുള്ള സർവീസുകളെ പണിമുടക്ക് ബാധിച്ചില്ല. ഇന്നലെ നിലയ്ക്കലിലും പമ്പയിലും എത്തിയ തീർത്ഥാടകർ പുലർച്ചെയോടെ മല കയറിയതോടെയാണ് രാവിലെ തിരക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ ഉച്ചയോടെ തിരക്ക് ഗണ്യമായി കുറഞ്ഞു. പലയിടത്തും ട്രെയിനടക്കമുള്ളവ തടയുന്ന സാഹചര്യത്തിൽ തിരക്ക് ഇനിയും കുറയാനാണ് സാധ്യത. KSRTC പമ്പയിലേക്കുള്ള സർവീസുകൾ സാധാരണ നിലയിൽ നടത്തി. തീർത്ഥാടകർ സഞ്ചരിച്ച സ്വകാര്യ വാഹനങ്ങളെയും പണിമുടക്ക് തടസ്സപ്പെടുത്തിയില്ല. എന്നാൽ നിലയ്ക്കലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തിരക്ക് ഇന്ന് അനുഭവപ്പെട്ടില്ല. സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് അധിക നേരം കാത്തു നിൽക്കാതെ സുഗമമായി ദർശനം നടത്താൻ കഴിയുന്നു. 22 കൊല്ലത്തിൽ വെച്ച് ഇതാണ് ക്യൂ കുറവായിട്ട് പടിയിലൊക്കെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബസ്സും KSRTCയും SCTC ബസ് എല്ലാം ഫ്രീ ആയിരുന്നു. കടകളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ദർശനം. അത് നമ്മളെ കൊല്ലകൊല്ലം നമുക്ക് കിട്ടുന്ന അതേ ദർശനം ഇപ്രാവശ്യം കിട്ടി. പ്രശ്നമൊന്നും ഉണ്ടായി കണ്ടിട്ടില്ല. ആ വഴിക്കൊന്നും തിരക്കില്ല. പണ്ട് നമ്മളെ വരുന്ന തിരക്കണില്ല. ഇപ്പോൾ ദർശനത്തിനെത്തുന്ന ഭക്തരിൽ 90% ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. മലയാളികൾ അടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണം മകരവിളക്ക് ദിനത്തോടനുബന്ധിച്ച് കൂടുമെന്ന് ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നു. സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നെത്തുന്ന ഭക്തരുടെ എണ്ണം തുലവും കുറവാണ്. സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ പ്രവീൺ നെല്ലിമൂടിനൊപ്പം ജോയ് നായർ, ന്യൂസ് 18. കൊല്ലം ബൈപ്പാസ് പ്രധാനമന്ത്രി ഈ മാസം 15-ന് ഉദ്ഘാടനം ചെയ്യും. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് NK പ്രേമചന്ദ്രൻ MPക്ക് ലഭിച്ചു. ഉദ്ഘാടനത്തെപ്പറ്റി അറിയില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഇപ്പോൾ വന്ന ഒരു വാർത്തയിലേക്ക്. ശബരിമലയിൽ യുവതീ പ്രവേശത്തിന് പോലീസ് സംരക്ഷണം പ്രയാസകരമെന്ന് റിപ്പോർട്ട്. തീർത്ഥാടക പ്രവാഹമുണ്ടാകുമ്പോൾ സംരക്ഷണം നൽകുക എന്നത് ബുദ്ധിമുട്ടാകും എന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്താണ് റിപ്പോർട്ടിലുള്ളത്? സനീഷ്, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൂടിയായിട്ടുള്ള M മനോജ്, അദ്ദേഹം അഡീഷണൽ ജില്ലാ ജഡ്ജി കൂടിയാണ് കൊല്ലത്തെ. അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ആ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ പരാമർശമുള്ളത്. വളരെ പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് യുവതികൾക്ക് പ്രത്യേക പോലീസ് സുരക്ഷ ഒരുക്കുന്നത് അത് മറ്റു ഭക്തരെ അവരുടെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങളിൽ പ്രയാസകരമാണ്. അത് വലിയ റിസ്ക്കും ഡേഞ്ചറുമാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ യുവതി പ്രവേശനത്തെ എതിർക്കുന്നവർ പമ്പയിലും സന്നിധാനത്തും കൂടുതൽ സജീവമാവുന്നുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് യുവതികൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നത് പോലീസിന് വെല്ലുവിളിയാകുന്നുണ്ട്. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് ഏറി വരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ യുവതികൾക്ക് പ്രവേശനം സുരക്ഷ ഒരുക്കേണ്ടി വരുന്നത് അങ്ങേയറ്റം പ്രയാസകരമാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. 2-ാം തീയതി പുലർച്ചെ ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ സന്ദർശനം നടത്തി. 18-ാം പടി ചവിട്ടാതെയാണ് അവർ ദർശനം നടത്തിയത് എന്നടക്കമുള്ള പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. നന്ദി CN പ്രകാശ് വിവരങ്ങൾക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി നാട്ടുവർത്തമാനം കാണാം. നമസ്കാരം.